ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിലബസ് അനുസരിച്ചുള്ള ഭാഗമാണ്. ഇന്ന് ജോഗ്രഫിയിൽ ഭൂമിയുടെ ഘടനയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ വിജ്ഞാപനം വരുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ പോയിൻ്റൊക്കെ ആഡ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉള്ളറകളിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയിലെ ഏകദേശം ചൂട് എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുക, അല്ലേ? അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കുന്ന ചൂട് തന്നെ നമുക്കറിയാം. അപ്പോൾ 5500 ഡിഗ്രി സെൽഷ്യസ് ചൂടെന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടായിരിക്കും? നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്ര കിലോമീറ്ററാണ്? ഏകദേശം 12 കിലോമീറ്റർ. അപ്പോൾ ഏറ്റവും ആഴത്തിലുള്ള ഒരു ഖനിയുടെ താഴ്ച എന്ന് പറയുന്നത് എത്രയാണ്? 12 കിലോമീറ്ററാണ്. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. അപ്പോൾ വലിയ ആഴത്തിലുള്ള ഖനികളിലൊക്കെ നമുക്ക് ചെന്നിറങ്ങാൻ ഒക്കത്തില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെല്ലുന്നത്? യന്ത്രങ്ങളുടെയും മറ്റു സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെല്ലുന്നത്. ഏകദേശം 6371 കിലോമീറ്ററാണ്. എത്രയാണ്? 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ ഒരു ഭൂമിയെ ഇങ്ങനെ തുളച്ച് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കേന്ദ്രഭാഗത്ത് എത്തുന്നതിന് എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം? 6371 കിലോമീറ്റർ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്? ഇത്രയും ദൂരം നമുക്ക് ചെല്ലാനൊക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഭൂമിയുടെ ഉള്ളറയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്നും. അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് അറിയുന്നത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്. അപ്പോൾ ഭൂമിയുടെ അകത്തുനിന്നുള്ള ഉള്ളറയിലുള്ള വസ്തുക്കളാണ് അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനെ പരിശോധിക്കുന്നതിലൂടെയും ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളനുസരിച്ചും ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്നും. ഭൂകമ്പ സമയത്ത് തരംഗങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ചലനത്തെ വിശകലനം ചെയ്യുന്നതിൽ നിന്നുമൊക്കെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. ഭൂമിയുടെ ഘടന. അപ്പോൾ ഭൂമിയുടെ ഘടന എങ്ങനെയായിരിക്കും? ഭൂമിയെ നമ്മൾ രണ്ടായിട്ടങ്ങ് മുറിക്കുവാണെന്ന് വിചാരിച്ചു. ഭൂമിയെ രണ്ടായിട്ടങ്ങ് മുറിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് 3 പാളികളായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഏറ്റവും പുറമേ ഉള്ളതാണ് ഭൂവൽക്കം, അതിനകത്ത് മാൻഡിൽ, പിന്നെ അത് കഴിഞ്ഞ് കാമ്പ് എന്ന് പറയുന്ന ഭാഗം. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഭൂമിയെ തിരിക്കാം. ഭൂമിയെ മുറിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. കാമ്പിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, പുറക്കാമ്പ്, അകക്കാമ്പെന്ന്. അങ്ങനെ 3 ഭാഗങ്ങളായിരിക്കും ഭൂമിയെ മുറിച്ചാൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പഠിക്കാം. ആദ്യം വരുന്നത് ഭൂവൽക്കം അഥവാ ക്രസ്റ്റാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. അപ്പോൾ ഈ ഭൂവൽക്കത്തിനെ ബാഹ്യ സിലിക്കേറ്റ് പടലം എന്ന് അറിയപ്പെടുന്നു. ബാഹ്യ സിലിക്കേറ്റ് പടലം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഭൂവൽക്കം. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഭൂവൽക്കത്തിനെ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഭൂവൽക്കത്തിൻ്റെ? വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ.
എത്രയാണ് വൻകര ഭൂവൽക്കത്തിൻ്റെ കനം? 30 കിലോമീറ്റർ. 30 കിലോമീറ്ററോളം ആണ് വൻകര ഭൂവൽക്കത്തിൻ്റെ കനം. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. അപ്പോൾ വൻകര ഭൂവൽക്കത്തിൻ്റെ പർവ്വത പ്രദേശത്ത് എത്ര കിലോമീറ്റർ ആണുള്ളത്? 70 കിലോമീറ്ററാണ് കനമുള്ളത്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം. അപ്പോൾ സമുദ്ര ഭൂവൽക്കത്തിന് കനം കുറവാണ്. എത്രയാണ്? 5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ഈ വൻകര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിലിക്കണും അലൂമിനിയവും കൊണ്ടാണ്. വൻകര ഭൂവൽക്കം അഥവാ ഭൂഖണ്ഡങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിലിക്കണും അലൂമിനിയം. അപ്പോൾ സിലിക്കണിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം SI, അലൂമിനിയത്തിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം AL, രണ്ടും കൂടെ ചേർത്ത് SiAl, സിയാൽ. വൻകര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത് ഏതുകൊണ്ടാണ്? സിയാൽ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ സമുദ്ര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നതോ? സിലിക്കണും മഗ്നീഷ്യവും ചേർത്താണ്. സിലിക്കണും മഗ്നീഷ്യവും രണ്ടിൻ്റെ അക്ഷരം എടുത്ത് സിമ. അപ്പം സിമയാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? സമുദ്ര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്ന വസ്തു. വൻകര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത് സിയാൽ. സിലിക്കണും അലൂമിനിയവും സിലിക്കണും മഗ്നീഷ്യവും. ഈ വൻകര ഭൂവൽക്കത്തിനെ അപേക്ഷിച്ച് സാന്ദ്രത കൂടുതലാണ് ഏതിന്? സമുദ്ര ഭൂവൽക്കത്തിന്. അപ്പോൾ വൻകര ഭൂവൽക്കത്തിനേക്കാളും സാന്ദ്രത കൂടിയ ഭാഗം ഏതാണ്? സമുദ്ര ഭൂവൽക്കമാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് മാൻഡിലാണ്. ഭൂവൽക്കത്തിൻ്റെ താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. അപ്പോൾ ഇത്രയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഇവിടം വരെയാണ് ഭൂവൽക്കം. ഇതിൻ്റെ താഴെ കാണപ്പെടുന്ന ഈ ഭാഗമാണ് എന്ത്? മാൻഡിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ എത്രയാണ് മാൻഡിലിൻ്റെ ദൂരം എന്ന് പറയുന്നത്? കനം എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ഭൂവൽക്കത്തിനും മാൻഡിലിനും മധ്യയായി സ്ഥിതി ചെയ്യുന്ന പാളിയാണ് മൊഹറോവിക് വിച്ഛിന്നത. അതായത് ഇവിടം വരെയാണല്ലോ ഭൂവൽക്കം വരുന്നത്. ഈ ഭൂവൽക്കത്തിനും മാൻഡിലിനും ഇടയ്ക്കുള്ള ഈ ഒരു പാളിയാണ്. ഈ പാളിക്ക് പറയുന്ന പേര് എന്താണ്? മൊഹറോവിക് വിച്ഛിന്നത. അത് കണ്ടെത്തിയത് മൊഹറോവിസിക് എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അതുകൊണ്ടാണ് മൊഹറോവിക് വിച്ഛിന്നത എന്ന് അറിയപ്പെടുന്നത്, അഥവാ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. മൊഹറോവിക് വിച്ഛിന്നത കണ്ടെത്തിയത് മൊഹറോവിസിക് എന്ന ശാസ്ത്രജ്ഞൻ. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗം. ഇത്രയും ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ലിത്തോസ്ഫിയർ. ഈ ഭൂവൽക്കവും ഈ മാൻഡിലിൻ്റെ ഈ മുകൾ ഭാഗവും കൂടെ ചേർന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി, അതിന് മാഗ്മ എന്നാണ് പറയുന്നത്, അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പോൾ ഈ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഭാഗമാണ് എന്ത്? അസ്തനോസ്ഫിയർ. അതായത് ശിലാഫലകത്തിന് താഴെയായി, ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി, ഈ ശിലാപദാർത്ഥങ്ങളെല്ലാം ഇവിടുത്തെ പദാർത്ഥങ്ങളെല്ലാം കൂടെ ഉരുകി മാഗ്മ എന്ന് പറയുന്നു, അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നു. മൊത്തവും അങ്ങ് ദ്രാവകം ആവത്തില്ല, ഒരു പകുതി ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നു. ഈ ഭാഗമാണ് എന്ത്? അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. എന്നാൽ ഈ ഭാഗം ഖരാവസ്ഥയിൽ തന്നെയാണ്. അസ്തനോസ്ഫിയർ ആണ്, ഇവിടെയാണ് മാഗ്മ കാണപ്പെടുന്നത്. അതായത് ശിലാ പദാർത്ഥങ്ങളൊക്കെ അർദ്ധദ്രവാവസ്ഥയിൽ ഉരുകി കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മാഗ്മയാണ് പുറത്തേക്ക് ഒഴുകി വരുന്നത്. ഇനി അടുത്ത ഭാഗമാണ് കാമ്പ് അഥവാ കോർ. അപ്പം ഈ കാമ്പിനെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാളിയുണ്ട്. ഇത്
അതിൻ്റെ അതിന് പറയുന്ന പേരാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത അഥവാ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഗുട്ടൻബർഗ് കാമ്പിനെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളിയാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പ് അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. അപ്പോൾ ഇതാണ് പുറക്കാമ്പ് ദ്രവാവസ്ഥയിലായിരിക്കും, അകക്കാമ്പ് ഖരാവസ്ഥയിലായിരിക്കും. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അപ്പം നിക്കലിൻ്റെ ആദ്യത്തെ 2 അക്ഷരം എന്നെയും പിന്നെ ഇരുമ്പിന് ലാറ്റിൻ ഭാഷയിൽ പറയുന്നത് ഫെറം എന്നാണ്. അപ്പം അതിൻ്റെ ആദ്യത്തെ 2 അക്ഷരം എഫ്. അത് രണ്ടും കൂടെ ചേർത്ത് നിഫെ എന്ന് പറയുന്നു. അപ്പം നിഫെ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അകക്കാമ്പിൽ എത്രയാണ് ചൂടുള്ളത്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അകക്കാമ്പിലെ ചൂടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഭൂമിയുടെ ഘടന. അപ്പോൾ ഇനി വെള്ളിയാഴ്ചയാണ് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് വരുന്നത്. നാളത്തെ ക്ലാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഓക്കെ.